അല്ല അപ്പോഴും ഈ ഗോദ്ര തീവെപ്പ് ട്രെയിൻ തീവെപ്പ് ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. അതെങ്ങനെയാണ് കത്തിയത്? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. ഗുജറാത്ത് കലാപം ഒരു വിഭാഗം മാത്രം ആൾക്കാരുടെ മേലെ തല്ലലടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഓക്കെ. അതിനകത്ത് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം ഇതൊരു പൊളിറ്റിക്കൽ ഫിക്ഷൻ ഉള്ളൊരു സിനിമയാണ്. ഒരു സിനിമയാണ്. ഡോക്യുമെന്ററി പോലും അല്ല. ഇത് ഗുജറാത്ത് റയോട്സിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് പോലും ആ സിനിമയിൽ ഒരിടത്തും പറയുന്നില്ല. ബേസിക്കലി ഇത് സെയ്ദ് മസൂദ് എന്ന് പറയുന്ന ആ ക്യാരക്ടറുണ്ട്. ഇപ്പോൾ അതിനകത്തൊരു സ്പോയിലർ ഉണ്ട്. താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. സെയ്ദ് മസൂദ് എന്ന് പറയുന്ന പൃഥ്വിരാജ് അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടർ അദ്ദേഹം ജനിച്ച് വളർന്ന ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മുമ്പിൽ കാണുന്ന ഒരു കലാപവും എങ്ങനെയാണ് അദ്ദേഹത്തിന് കുടുംബം നഷ്ടപ്പെട്ടതെന്നും അതിന് അയാളുടെ മുമ്പിൽ കാണുന്ന ഒരു വില്ലനെയും കേന്ദ്രീകരിച്ചിട്ടാണ് പിന്നീട് ആ സിനിമ പോകുന്നത്. അതല്ലാതെ ഇതിനകത്ത് ഗുജറാത്ത് റയോട്സിന്റെ ഒരു ഡോക്യുമെന്ററി അവർ നടത്തുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇനി അതല്ല, അതിന്റെ ആദ്യത്തെ ടൈറ്റിൽ സോങ്ങിന്റെ സമയത്ത് ആ ഗോത്ര ഇതിന്റെ ട്രെയിൻ മായി ബന്ധപ്പെട്ട സംഭവത്തിന്റെ വിഷ്വൽസ് പോകുന്നുണ്ട്. അതിനെപ്പറ്റി റെഫർ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ഇനി അതല്ല, ഗോദ്ര റയോട്സിലേക്ക് തന്നെ നമ്മൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ട്രെയിനിലെ തീപിടുത്തത്തിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് സംഘപരിവാർ നറേറ്റീവാണ് ഇപ്പോഴും. അത് അന്ന് ചെയ്തത് മുസ്ലിം വിഭാഗം സംഘടിതമായി ആ ട്രെയിൻ ആക്രമണം നടത്തുകയായിരുന്നു എന്നുള്ളത് ഒരു പർട്ടിക്കുലർ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് അന്ന് നയിച്ചിരുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള അവർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അന്വേഷണ കമ്മീഷനുകൾ മാത്രമാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അല്ല ഒരാൾ അതിന് പറഞ്ഞിട്ടുണ്ടോ? മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ മാപ്പുസാക്ഷിയായി മൊഴി നൽകുകയും ചെയ്തു. അതിനകത്തേക്ക് പിന്നീട് വന്നിട്ടുള്ള US അന്ന് അതിനെതിരെ പിന്നീട് അന്വേഷണം നടത്തുകയാണ്. അവരുടെ കണ്ടെത്തൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ആ ട്രെയിനകത്ത് തന്നെ പാചകം ചെയ്ത ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ്. പിന്നീട് വന്നിട്ടുള്ള അവിടുത്തെ ഫോറൻസിക് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനുള്ളിൽ തന്നെ നിന്നാണ് അപകടം ആദ്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇപ്പോഴും അതിനകത്തൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ഇഷ്യൂന്റെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫോർ ദാറ്റ് സെക്ക് അല്ലെങ്കിൽ തന്നെ ഇത് ഗോദ്ര ട്രെയിൻ അപകടം ഉണ്ടാകാനുള്ള കാരണം ഇവർ പറയുന്നത് പോലെ മുസ്ലിം ജനവിഭാഗങ്ങൾ ചെയ്തതാണ് എന്ന് തന്നെ കൺസിഡർ ചെയ്യുക. എങ്കിലും അതിന് മറുപടി കൊടുക്കേണ്ടത് ഗുജറാത്ത് കലാപത്തിലൂടെയാണോ?